ആരിഫ് സാർ നമസ്കാരം. ഡൽഹിയിൽ ജന്തർ മന്ദറിൽ വി സുഹറ സമരം ചെയ്ത കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾ അറിഞ്ഞില്ലേ എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട സംശയം. അതായത് മുസ്ലിം വ്യക്തി നിയമത്തിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തുല്യ അവകാശം സ്ത്രീക്ക് വേണം. അതുപോലെ തന്നെ മുസ്ലിം വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും ഈ പറയുന്ന ഒരു മനുഷ്യത്വ രഹിതമായ ചില കാര്യങ്ങളുണ്ട്, അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരവിടെ സമരം ചെയ്തത്. പക്ഷെ പല മാധ്യമങ്ങളും അതൊരു ചെറിയ വാർത്തയിൽ ഒതുക്കി ഇവിടെ സ്ത്രീപക്ഷം അല്ലെങ്കിൽ എന്താണ് സ്ത്രീപക്ഷ കേരളം, പുരോഗമനം, അടിസ്ഥാനപരമായ മാറ്റങ്ങൾ എന്നൊക്കെ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ദളിത് ആക്ടിവിസ്റ്റുകൾ, അതുപോലെ തന്നെ സ്ത്രീപക്ഷവാദികൾ, സാംസ്കാരിക നായകർ, ഇവരുടെ ഒന്നും ഫേസ്ബുക്ക് കുറിപ്പുകളോ അല്ലെങ്കിൽ എന്താണ് ഇവിടെ ഐക്യദാർഢ്യ സമരങ്ങളോ ഒന്നും തന്നെ ഈ വിഷയത്തിൽ കണ്ടിട്ടില്ല. നേരെ തിരിച്ച് കണ്ടത് വി സുഹറയ്ക്കെതിരായി കൊണ്ട് വലിയ സൈബർ ആക്രമണം. ഇവർ എന്തോ മോശക്കാരിയാണ്, ഇവർക്ക് അവിടെ കിടക്കലേ ഉണ്ടാവുള്ളൂ, ഈ പിന്നെ തുല്യമായ സ്വത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു തരത്തിലുമുള്ള എന്താണ് പിന്തുണയോ ഇല്ല. മാത്രമല്ല സൈബർ ആക്രമണവും. എന്താണ് കേരളത്തിൻ്റെ പൊതുബോധത്തിൽ ഏതെങ്കിലും ഒരു മതം, ഞാനിപ്പോൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അങ്ങനെ പറയുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ കൂടോടുകൂടി ഇളകി വന്ന് നവോത്ഥാനം പ്രസംഗിക്കുന്ന ആളുകൾ ഇസ്ലാമിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം എന്താണ് പുറകോട്ട് പോകുന്നത് എന്നൊരു സംശയം വല്ലാതെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ നേലിക്കുന്നുണ്ട്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ തുല്യതയുടെ ഇഷ്യൂ എന്നൊക്കെ പറയുമ്പോൾ അത് ഇസ്ലാം മതത്തിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് അപ്പുറം അത് ഹിന്ദു മതത്തിലല്ലാതെ വേറെ മതത്തിലൊന്നും അങ്ങനെ പ്രശ്നമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പൊതുബോധം. അതായത് എല്ലാ പ്രശ്നങ്ങളും എല്ലാ വിഷയങ്ങളും ആകെ കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയുക അത് ഹിന്ദു മതത്തിൽ മാത്രമാണ്. ഇസ്ലാം മതമൊക്കെ അത് തങ്കപ്പെട്ട മതമാണ് എന്ന രീതിയിലാണ് കാലങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരു രീതി. ആ മതത്തിന് എന്തോ ഒരു മുന്തിയ ഒരു സ്ഥാനം കൊടുക്കാൻ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് പോലും സാധിക്കാറുണ്ട്. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ആ മതങ്ങളായിട്ട് മുന്നോട്ട് വെക്കുന്ന നിയമങ്ങൾ, അതിലുള്ള ഒരു അജ്ഞത, ആ നിയമങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നം ഉള്ളതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ അതിന് ശ്രമിക്കാത്തൊരവസ്ഥ അതിവിടെ ഉണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യം. അപ്പോൾ ആ മതങ്ങൾ എന്താണ് മുന്നോട്ട് വെക്കുന്നത്, ആ മതത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്താണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാനുള്ളൊരു ചെറിയൊരു ശ്രമമെങ്കിലും ആളുകൾ നടത്തണം എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു ഫത്വ നിലനിൽപ്പുണ്ട്. ആ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത് സത്യത്തിൽ ആരാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇടതുപക്ഷം തന്നെയാണ്. എന്ന് വെച്ചാൽ ശരിയത്താണ് ശരി എന്ന ആ ഫത്വ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് അവർക്ക് കിട്ടുന്നത്? ഈ ഒരു വിഷയം ഇവിടെ ഉണ്ടായ സമയത്ത് വി സുഹറ നൽകിയൊരു കേസുണ്ട്. ആ കേസിൽ സുപ്രീം കോടതിയിലെത്തിയ സമയത്ത് തുല്യാവകാശം വേണമെന്ന ആ ഒരു വാദവുമായിട്ട് അവർ ചെന്നപ്പോൾ അതിലൊരു സത്യവാങ്മൂലം അത് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി കേരള സർക്കാരിനെ സമീപിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഏൽപ്പിക്കുന്നു. ആ സമയത്ത് കേരള സർക്കാർ കൊടുത്തിട്ടുള്ള ഒരു സത്യവാങ്മൂലത്തിൽ അവർ പറഞ്ഞതാണ് ഈ സംഗതി. അവർ ആ സത്യവാങ്മൂലം ആവശ്യപ്പെട്ട സമയത്ത് അവർ നേരെ വിളിച്ചു ചേർത്തത് സ്ത്രീകളുടെ സ്വത്തവകാശം സംബന്ധിച്ചുള്ള പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചു ചേർത്തതുപോലെ പുരുഷന്മാരുടെ ഒരു കൂട്ടം ആളുകളെയാണ്, എന്നുവെച്ചാൽ മതസംഘടനകളുടെ തലപ്പത്തുള്ള ആളുകൾ. എന്നിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തി. ആ തീരുമാനമാണ് എന്ത്? ശരിയത്താണ് ശരി. ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അത് ചില ആളുകൾ തെറ്റിദ്ധരിച്ചതിൻ്റെ പ്രശ്നമാണ്. വളരെ മികച്ച രീതിയിൽ മഹത്തമായ ചില നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്, അത് മറികടക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് സത്യവാങ്മൂലം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വി സുഹറ ഇവിടെ പോയി സമരം ചെയ്തിട്ടല്ലാതെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചിട്ടല്ലാതെ ഇതിൽ എങ്ങനെ പിന്നെ ഒരു വഴി കണ്ടെത്താൻ കഴിയും? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു അവഗാഹമില്ലായ്മ, ഈ നിയമങ്ങൾ എങ്ങനെയാണ് ഈ സ്ത്രീകളെ ബാധിക്കുന്നത് എന്നത് സംബന്ധിച്ചിട്ട് ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു കുറവ് അതിവിടെ വലിയ തോതിലുണ്ട്. അത് വിശ്വാസികളുടെ ഇടയിലുണ്ട്, മുസ്ലിം സ്ത്രീകൾക്ക് പോലും അറിയില്ല, പിന്നെയല്ലേ ബാക്കിയുള്ള ആളുകളുടെ കാര്യം. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊരു എഡ്യൂക്കേറ്റീവ് പ്രോസസ്സിലൂടെ ഇപ്പം നമ്മുടെയൊക്കെ യൂട്യൂബ് ചാനലുകളിലൊക്കെ വലിയ തോതിൽ ഈ സ്ത്രീപക്ഷം പറയുന്ന, അതല്ലെങ്കിൽ പുരോഗമനം പറയുന്ന, ഇങ്ങനെയൊക്കെയുള്ള കുറേ ആളുകളുണ്ട്. ഇപ്പോൾ സുനിത ദേവദാസിനെ പോലെയൊക്കെയുള്ള ആളുകൾ, ഞാനൊക്കെ അവരെ നേരിട്ട് വെല്ലുവിളിച്ചിട്ടുള്ളതാണ്. ഈ വിഷയത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ ഒരു മറുപടി പറയുന്നില്ല? കാരണം അവരിതൊന്നും കണ്ടതായിട്ട് പോലും നടിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ വേറെ ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാടി വീഴും. അതിനുവേണ്ടി അവർക്ക് വലിയ ഉത്സാഹമാണ്. അപ്പോൾ അതേപോലെയുള്ള ആളുകൾ, ഞാൻ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കല്ല, അത്തരം ആളുകൾ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ള രീതിയിൽ, അവരെ അതിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. ഇവർക്ക് എല്ലാവർക്കും ബാധകമാണിത്.
ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇടപെട്ട് അതിൻ്റെ ആ വിഷയത്തിൽ ഒരു ചർച്ച സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് പോലും ഇവർക്ക് സാധിക്കാത്ത അവസ്ഥയാവുന്നു. അപ്പോൾ ഇത് മാറേണ്ടതുണ്ട്. ഇത് ഒരു ഇരട്ടത്താപ്പാണ്. നവോത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള സംഗതിയല്ല. ഇതൊരു വലിയ വിഷയമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മതങ്ങളിലെ വിഷയങ്ങൾ പറയുമ്പോൾ അത് ബാധിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയും കുറഞ്ഞിരിക്കും. ഓക്കെ, പക്ഷേ ഇസ്ലാമിൽ ഇപ്പോൾ ഈ വി പി സൂറ ഉയർത്തിയ വിഷയം എന്ന് പറയുന്നത് അത് ഇസ്ലാമിൻ്റെ കീഴിൽ വരുന്ന മനുഷ്യരുടെ നേർപകുതിയായിട്ടുള്ള സ്ത്രീകൾ അവരെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഈ സംഗതി ഇത്രയും പ്രാധാന്യത്തോടു കൂടി നമ്മൾ പറയേണ്ടതാണ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു സന്തോഷം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആശ്വാസം എന്തെന്ന് പറഞ്ഞാൽ, ഒരു വലിയ അളവ് പുരുഷന്മാർ ഇതിനെ മനസ്സിലാക്കുന്ന ആളുകൾ ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഷുക്കൂർ വക്കീലിനെ പോലെയൊക്കെയുള്ള ആളുകൾ ഇതിന് വലിയ പിന്തുണ അവിടെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി നിയമ സഹായങ്ങൾക്കായാലും പിന്നെ ഈ കേസ് കൊടുക്കുന്ന വേളയിലായാലും ഒക്കെ അതിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ മുസ്ലിം സമൂഹത്തിൽ നിന്നും ഈ വിഷയം മനസ്സിലാക്കിയിട്ടുള്ള സ്ത്രീയും പുരുഷന്മാരും അടങ്ങുന്ന ഒരു വലിയ സമൂഹം ഇതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഗുണഭോക്താക്കളായി മാറുക വിശ്വാസികൾ കൂടിയായിട്ടുള്ള ആളുകളാണ് എന്നുകൂടി വരുമ്പോൾ, അതായത് അവർ ഇതിനെ തള്ളി പറഞ്ഞാലും ഇല്ലെങ്കിലും ഈ നിയമം വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ പോലും നിങ്ങൾ ആ നിയമത്തെ അംഗീകരിക്കുന്ന ആളാണെങ്കിൽ പോലും, ഖുർആനിൽ എഴുതി വെച്ച നിയമത്തെ അംഗീകരിക്കുന്ന ആളാണെങ്കിൽ പോലും അതിനെ മാറ്റി തിരുത്തിക്കൊണ്ട് വരുന്ന പുതിയ നിയമം നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടാക്കുക. അത് നിങ്ങളുടെ നില മെച്ചപ്പെടുത്താനുള്ളൊരു നിയമമാണ് എന്നും കൂടിയാണ് നമ്മളിവിടെ ഓർക്കാതെ പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങ് സുനിതാ ദേവദാസിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. സുനിതാ ദേവദാസ് ഏതോ ഒരു സമയത്ത് സുഡാപ്പികൾക്കെതിരെ ഒരു പോസ്റ്റോ ഒരു വീഡിയോയോ അങ്ങനെ ചെയ്ത സമയത്ത് പിന്നീട് മൊത്തം സൈബർ ആക്രമണം നടക്കുകയും അത് എന്താണ് ഈ പോസ്റ്റും കമൻറ്റും എല്ലാം കെട്ടിപ്പൂട്ടി ഓടുകയും ചെയ്തൊരു കാര്യം ഞാനിപ്പോൾ ഓർമ്മിക്കുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്ന ഇസ്ലാം മത വിമർശനത്തിന് സുനിത ധൈര്യപ്പെട്ടിട്ടില്ല എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഏക സിവിൽ കോഡ് വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും എന്ന വാദം നടക്കുന്നുണ്ട്. അതെത്രമാത്രം ശരിയാണ്? ഞാനും അത് പറയാറുള്ളൊരു വ്യക്തിയാണ്. അതായത് ഏക സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് തന്നെയാണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു ആത്യന്തികമായ ഒരു പരിഹാരം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ ഇപ്പോൾ സമാനമായ രീതിയിലുള്ള ഹിന്ദു കോഡായാലും മറ്റു പല സംഗതികളിലൂടെയൊക്കെ നമ്മൾ മുന്നേ വന്നിട്ടുള്ള വിഷയങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജനാധിപത്യ രീതിയിൽ ഇതുപോലെ ഒരു സംഗതി നടത്തിയെടുക്കാൻ ചില തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട തടസ്സമാണ് ക്ലാരിറ്റി കുറവ്. ഈ വിഷയം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അത് മുന്നേ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇപ്പം നമ്മൾ പ്രതികരിക്കുന്നൊരു സംഘടനയുണ്ട്, നോൺ റിലീജിയസ് സിറ്റിസൺസ് എന്ന് പറയുന്ന, നമ്മളുടെ യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ചിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടി ആ ഒരു പാർലമെൻ്ററി കമ്മീഷൻ, അവർ ഒരു നിയമ കമ്മീഷൻ, അവർ അഭിപ്രായങ്ങൾ സ്വീകരിച്ച സമയത്ത് നമ്മളെ അഭിപ്രായം കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്, ഇത് ഒരൊറ്റ നിയമമായിട്ട് യൂണിഫോം സിവിൽ കോഡ് എന്ന് പേരിട്ട് ഇങ്ങനെ എല്ലാം കൂടി ചേർത്ത് വെച്ച് ഇത് നടത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് പുനഃപരിശോധിക്കണം. പകരം ഇതിൽ ഭാഗമാകുന്ന കാര്യങ്ങൾ, അതായത് സ്വത്തവകാശം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം, ഇങ്ങനെയുള്ള സംഗതികൾ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഇതിലെ നിയമങ്ങളെ പരിഷ്കരിച്ച് ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവന്നാലും മതി. എന്നാലും ഇതിൻ്റെ ഗുണം ഒരേ സ്ഥലത്തേക്ക് തന്നെയാണ് വരുന്നത്. കാരണം ഇത് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേരിൽ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കൽ നടക്കുന്നത്. കാരണം എന്താ, ഇപ്പോൾ നമ്മളിവിടെ കേൾക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് വന്നാൽ പിന്നെ നിങ്ങൾക്ക് ബാങ്ക് കൊടുക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടാൻ കഴിയില്ല, ഇതൊക്കെ പറഞ്ഞാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതേസമയം ഇപ്പോൾ വി പി സൂറ ഉയർത്തിയ വിഷയം, ഈ സ്വത്തവകാശം, പിന്തുടർച്ചാവകാശം, അതിനകത്തുള്ള വിഷയത്തിൽ അതിനെ നിയമം പരിഷ്കരിക്കുന്നു, അത് എല്ലാ ഇന്ത്യക്കാർക്കും തുല്യമായ ഒരു നിയമമാക്കി മാറുന്നു എന്ന് വരുമ്പോൾ നിങ്ങൾ യൂണിഫോം സിവിൽ കോഡ് എന്ന് പേരിട്ടില്ലെങ്കിലും ഈ വിഷയം അവിടെ ക്ലിയർ ആവുകയാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്, ഇത് തുല്യമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ ആ വിഷയത്തെ എടുത്തു വെച്ചുകൊണ്ട് അത് പറഞ്ഞു കഴിയുമ്പോൾ അതിനെതിരെയുള്ള ശബ്ദങ്ങൾക്ക് അതിൻ്റെ പൊള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇവിടെ ചർച്ചയാക്കിയാൽ സത്യത്തിൽ ഇത് ഇവിടുത്തെ BJP സർക്കാരിന്, അത് ഏത് സർക്കാരാണെങ്കിലും അവർക്ക് ഗുണമാവുന്ന ഒരു കാര്യമാണ്. BJP സർക്കാർ പ്രത്യേകിച്ചും അവർക്കിപ്പോൾ ഗുണമാവും. കാരണം അവർ ഓൾറെഡി യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിൽക്കുന്നത്, ഇത് തന്നെയല്ലേ ഞങ്ങളും എന്ന് അവർക്ക് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമാകാനുള്ളൊരു സാധ്യത അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അവർക്കൊരു സഹായകമാകുന്ന, അവരുടെ ലക്ഷ്യം അത് നടപ്പിലാക്കാൻ അതിനൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാരണമായിട്ട് മാറുകയാണ്. അത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. അത് ശരിക്കും അവർ ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതുപോലുള്ള വിഷയങ്ങളാണ് ഇവിടുത്തെ പ്രശ്നം. ഇനി ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, ഇപ്പോൾ മുത്തലാഖ് നിയമം അതിവിടെ വന്ന സമയത്ത് അത് എന്തോ കാടൻ നിയമമാണെന്നൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം SDPIയുടെ പ്രക്ഷോഭത്തിൽ പോലും അവരും പറഞ്ഞു വെക്കുന്നത്. അത് വന്ന് ഇവിടെ എന്തോ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ്,
ഈ മുത്തലാഖ് നിരോധിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഏതെങ്കിലും മുസ്ലിം സ്ത്രീക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കണം. കുഴപ്പമുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടു. ഏതൊരു ഉസ്താദ് കഴിഞ്ഞ ദിവസം ഫോണിൽ കൂടെ വിളിച്ച് നിന്നെ ഞാൻ 3 ചെല്ലിയിരിക്കുന്നു എന്ന് വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ ഇവിടെ ഉണ്ട തിന്നുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മുത്തലാഖ് ഒരു കാടൻ നിയമമാണ്. ആർക്ക്? അത് പുരുഷനെ സംബന്ധിച്ചിടത്തോളമാണ്, മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളമാണ് അത് കാടൻ നിയമം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ നില ഭദ്രമാക്കുന്ന ഒരു നിയമമാണ്. അങ്ങനെ ഒരു വാദം സ്ത്രീക്ക് ഏതായാലും ഉണ്ടാവില്ല, അത് കാടൻ നിയമമാണെന്നുള്ളത്. പക്ഷേ എന്നാലും ഇത്തരം നിയമങ്ങൾ അത് കാടനാണോ അത് ഗുണമാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നിലവിൽ അത് പുരുഷനാണ്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ മതത്തിലെ നിയമങ്ങൾ എപ്പോഴും പുരുഷന് അനുകൂലമായിട്ടുള്ളതായിരിക്കെ അതിനെ എതിരെ ഫൈറ്റ് ചെയ്യുന്ന ആളുകളെ അത് സ്റ്റോപ്പ് ചെയ്യുന്നത് അതും പുരുഷനാകുന്നു. ഇനിയിപ്പോൾ നമ്മൾ BP സൂറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഈ ഒരു സമരത്തിൽ ഇറങ്ങി തിരിച്ചതിൻ്റെ പേരിൽ അവർ സുരേഷ് ഗോപിയും കൂട്ടി നമ്മളുടെ നിയമമന്ത്രിയെ പോയി കാണുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഉടനെ അവരെ ഒരു സംഘിയായിട്ടും അല്ലെങ്കിൽ ഒരു BJP അനുകൂലിയായിട്ടൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഇത് എത്രമാത്രം അശ്ലീലാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഏത് മന്ത്രിയായാലും, ഇപ്പോൾ പിണറായി വിജയനോട് നിങ്ങൾക്ക് വലിയ എതിർപ്പുണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേപ്പർ ശരിയാക്കണം അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ബോധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഗ്രസ്സുകാരനാണെങ്കിലും നിങ്ങൾക്ക് പിണറായിയെ പോയി കണ്ടല്ലേ പറ്റൂ. നിങ്ങൾക്ക് നിങ്ങൾ വലിയ മുസ്ലിം, അതായത് മുസ്ലിം ലീഗ് വിട്ട് CPM ചേരുന്നത് അത് ദീനിൽ നിന്നും പോകുന്നതാണ് എന്ന് പറയുന്ന മുസ്ലിം ലീഗുകാരനാണെന്ന് തന്നെ വിചാരിക്കുക. നിങ്ങൾ നല്ല അസൽ പച്ച ലീഗുകാരനാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു കാര്യം നടക്കണം നിലവിലെ സർക്കാരിൻ്റെ കീഴിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പിണറായിയെ കാണേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ കാണുന്നത് പിണറായിയെ അല്ല, നിങ്ങൾ കാണുന്നത് ഏതെങ്കിലും CPM കാരനെയല്ല, നിങ്ങൾ കാണുന്നത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല, നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ് എന്ന രീതിയിൽ നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ നിയമമന്ത്രിയാണ്, നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളെയാണ്, നിങ്ങൾ കാണുന്നത് അത് നടപ്പിലാക്കാനോ അത് ചർച്ച ചെയ്യേണ്ട മേഖലയിൽപ്പെട്ട ആളുകളെയാണ്. അവിടെ നിങ്ങൾ ഇത്തരം രാഷ്ട്രീയം കലക്കിക്കൊണ്ട് വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യത്തിൽ നീതി അത് ലഭിക്കേണ്ട ആളുകൾക്ക് അത് വൈകുന്നതിനും അതിനുവേണ്ടി പോരാടുന്ന ആളുകളെ കൊച്ചാക്കുന്നതിനും തുല്യമാണ്. അതാണ് നമ്മളിവിടെ കാണുന്ന കാര്യം. നമ്മളേതായാലും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് മൈൻഡ് ചെയ്യാത്ത ആളുകളാണ്. കാരണം ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ ആകാൻ പാടില്ല, അത് മൈൻഡ് ചെയ്യാതെ തന്നെ മുന്നോട്ട് പോയാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളായതുകൊണ്ട് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷെ ഇപ്പോഴും ഇതൊക്കെ വെച്ചുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് സഹതാപം എന്ന് മാത്രമാണ്. തീർച്ചയായിട്ടും. എന്തായാലും നോൺ റിലീജിയസ് ആയിട്ടുള്ള, ദൈവത്തിൽ പോലും കാര്യമായി വിശ്വാസമില്ലാത്ത, അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടുന്ന ഈ നോൺ റിലീജിയസ് ഫോറങ്ങൾ, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ശാസ്ത്രബോധം ആളുകളിൽ വളർത്താൻ ശ്രമിക്കുന്ന അങ്ങേപ്പോലുള്ള ആളുകളെ പോലും സംഘിയാക്കുന്നൊരു കാലമാണ്. എനിക്ക് തീർച്ചയായും അറിയാം, അങ്ങൊരു RSS അനുഭാവിയോ BJP അനുഭാവിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അനുഭാവിയോ ആണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ RSS അനുഭാവിയോ BJP അനുഭാവിയോ അല്ല എന്ന് തീർച്ചയായിട്ടും എനിക്കറിയാം. അങ്ങേപ്പോലും സംഘിയാക്കുന്ന ഒരു കാലത്ത് ഈ VP സൂറയൊക്കെ സംഘിയാക്കുന്നതിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ കപട പുരോഗമനവാദികൾ ഒരു തരത്തിലും കേരളത്തിൻ്റെ പൊതുബോധത്തിൽ നിന്നുകൊണ്ട് ഇത് സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ തയ്യാറാകാതിരിക്കുന്നത്, അത് ഏത് അർത്ഥത്തിലാണ് എന്നുള്ളത് തിരിച്ചറിയാൻ ഇവിടെയുള്ള ജനങ്ങൾക്ക് കഴിയും, അല്ലെങ്കിൽ കഴിയട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി. ഒരു കാര്യം കൂടി അവസാനമായിട്ട് പറയാണ്. ഈ മാധ്യമങ്ങൾക്ക് അധികകാലം ഇത് ഒളിപ്പിച്ചു വെക്കാനോ ഇതിൽ നിശബ്ദരായിട്ട് ഇരിക്കാനോ സാധിക്കില്ല. കാരണം ഇത് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇത് പറഞ്ഞേ പറ്റുള്ളൂ എന്നൊരവസ്ഥ വരും. ഇപ്പം തന്നെ പതിയെ അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും അത് ഇനിയും കൂടും. അത് അങ്ങനെ കൊണ്ടെത്തിക്കുന്നതിൽ വലിയ പങ്ക് നിങ്ങളെപ്പോലെയുള്ള ഓൺലൈൻ മീഡിയ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നിരന്തരം തുടരണം എന്നും കൂടിയാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ഇത് നേരോടെ നിർഭയം എന്നൊക്കെ വെറുതെ എഴുതി ഒട്ടിച്ചാൽ പോരാ, അത് പ്രവൃത്തിയിൽ വരണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ആവശ്യം. ഓക്കെ, തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.